വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല. നികുതി ഇളവ് ഉൾപ്പെടുത്തി ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചു. 1-ന് അത് സഭയിൽ അവതരിപ്പിക്കും. ബില്ല് പാസ്സായാലും വിൽപ്പനയ്ക്ക് അനുമതി നൽകില്ലെന്ന് ബില്ലിൽ പറയുന്നുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നികുതി ഘടനയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിന്നോട്ടില്ല എന്നത് തന്നെയാണ്. കാരണം ആ കരടിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2 സ്ലാബുകളായി 120, 175 ഈ രീതിയിൽ കൃത്യമായി നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് എന്നുള്ളതാണ്. എന്താണ് ആ കരടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ? ഒപ്പം തന്നെ വിൽപ്പന സംബന്ധിച്ചും കൃത്യമായ നിലപാട് ആ ബില്ലിൽ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജിൻ, സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ആ ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ, അതിന് ഒരു തരത്തിലുള്ള വീര്യം ചോരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിനിടെയാണ് ഇപ്പോൾ കരട് ധനബില്ല് കൂടി പുറത്ത് വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി ഈ എതിർപ്പുകളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ നികുതി കുറച്ചത് കൂടി ആ ഒരു പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നികുതി ഘടനയിൽ ഒരു തരത്തിലുള്ള മാറ്റവും അല്ലെങ്കിൽ ആ നികുതി ഘടന തന്നെ ഒഴിവാക്കുന്ന തരത്തിലേക്ക് പോയിട്ടില്ല. നമുക്കറിയാം, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള VM സുധീരൻ അടക്കം എതിർപ്പ് പ്രകടിപ്പിച്ചു. UDF-നകത്ത് പോലും വലിയ രീതിയിലുള്ള എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ എതിർപ്പൊന്നും വകവയ്ക്കാതെയാണ് ഇപ്പോൾ ഈ ധനബില്ലിൽ, കരട് ധനബില്ലിൽ ഇപ്പോൾ നികുതി ഘടന ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബുധനാഴ്ച ഈ ധനബില്ല്, കരട് ബില്ല് അവതരിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതോടുകൂടി നിയമ പ്രാബല്യത്തിൽ വരുമെങ്കിലും ഒരു ഉത്തരവ് കൂടി ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം. അത് സർക്കാരാണ് എടുക്കേണ്ടത്. സർക്കാർ എടുക്കണമെങ്കിൽ UDF തീരുമാനിക്കണം. ആ UDF-ന്റെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിന് ശേഷമായിരിക്കും സർക്കാർ അത്തരം ഒരു ഉത്തരവിലേക്ക് വരിക എന്നുള്ളതാണ്. എന്തായാലും ഈ ധനബില്ലിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ നികുതി ഘടന ഉൾപ്പെടുത്തിയെങ്കിൽ പോലും ഇത് വിൽക്കുന്ന കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം. നമുക്കറിയാം, 2017 മുതൽ ബക്കാഡി കമ്പനിയുടെ ഈ ഒരു കത്ത് മുഖാന്തരമുള്ള വിവിധ വിഷയങ്ങൾ LDF സർക്കാരിന്റെ കാലത്തടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് വിശദീകരണമൊക്കെ തന്നെ നൽകുന്നുണ്ട് LDF. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, LDF-ന്റെ കാലത്താണ് ഈ വീര്യം കുറഞ്ഞ മദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപെടൽ നടത്തിയെന്നുള്ള ഒരു ഇടപെടലൊക്കെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ LDF അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും പറയുന്നുണ്ട്. 10 വർഷം ഭരിച്ചിട്ടും വീര്യം കുറഞ്ഞ മദ്യം കച്ചവടം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് സംസ്ഥാനത്ത് LDF സർക്കാർ പോയില്ല എന്നുള്ളത്. അതേസമയം UDF സർക്കാർ അധികാരത്തിലെത്തി ആദ്യ ബജറ്റിൽ തന്നെ കൃത്യമായി ഈ നികുതി ഘടന ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നികുതി കുറച്ചുകൊണ്ട് ഈ വീര്യം കുറഞ്ഞ മദ്യ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നികുതി കുറച്ചുകൊണ്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് വിൽപ്പന ഉണ്ടാകില്ല എന്ന് പുതിയ സർക്കാർ പറയുന്നു. നേരത്തെ ആ വിൽപ്പന നിയന്ത്രിക്കാൻ വേണ്ടി ഉയർന്ന നികുതി അത് നിലനിർത്തി LDF സർക്കാർ എന്നുള്ളതാണ്. ഫലത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? ഇപ്പോൾ സർക്കാർ തന്നെ പറയുന്നു നികുതി അതുപോലെ കുറഞ്ഞു കിടന്നാലും ആ വിൽപ്പന അനുവദിക്കില്ല എന്ന് പറയുന്നു. അപ്പോഴും സ്വാഭാവികമായിട്ടും ഉയർന്ന ചോദ്യം, പിന്നെന്തിനാണ് ഈ നികുതി കുറച്ചത് എന്നുള്ളതാണ്. തീർച്ചയായും. കാരണം ഈ നികുതി കുറച്ചുകൊണ്ട് ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നെങ്കിൽ പോലും, ബുധനാഴ്ച അവതരിപ്പിക്കുന്നെങ്കിൽ പോലും UDF ഒരു തീരുമാനം എടുക്കണം. കാരണം UDF-നകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എതിരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിൽ അന്തിമമായി ഒരു തീരുമാനമെടുക്കണം. ഈ ധനബിൽ നിയമസഭയിൽ എത്തി അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാലും സർക്കാരിന്റെ ഒരു ഉത്തരവ് കൃത്യമായി തന്നെ വേണം. സർക്കാർ തീരുമാനം വേണം. ആ സർക്കാർ തീരുമാനമെടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF അത് അംഗീകരിക്കണം എന്നുള്ളതാണ്. എന്തായാലും UDF-ന്റെ ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീളുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. UDF-ന്റെ യോഗം എന്താകും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ആ UDF-ന്റെ യോഗത്തിലായിരിക്കും മദ്യം വിൽക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുക. പ്രജിൻ, അത്തരത്തിൽ UDF-ന്റെ യോഗം ചേർന്ന് സംബന്ധിച്ച പുതിയ വിവരങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDF യോഗം ചേർന്ന് എടുക്കേണ്ടതാണ് എന്താണ് പുതിയ സർക്കാരിന്റെ മദ്യനയം എന്നുള്ളത്. അതിൽ എപ്പോൾ UDF-ന് ഈ യോഗം ചേരുമോ അതൊക്കെയുള്ള ചോദ്യം ബാക്കിയാണ്. കാരണം ഇനിയിപ്പോൾ 1-ാം തീയതിയാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ അത് അവതരിപ്പിക്കാനുള്ള കരടും തയ്യാറായി പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അതിൽ ഈ പറയുന്നത് പോലെ ആ ഘടന അതുപോലെ തുടരും, നികുതി ഘടന മാറ്റമില്ലാതെ തുടരും എന്നുള്ളതാണ്. പക്ഷേ ആത്യന്തികമായി ഒരു
കൃത്യമായ മദ്യനയം എന്താണ് ഈ സർക്കാരിന്റെ എന്ന് തീരുമാനിക്കേണ്ടത് UDF കൂടിയാണ്. അത് നേരത്തെ മുഖ്യമന്ത്രി അടക്കം അതുപോലെ എക്സൈസ് മന്ത്രി അടക്കം വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ അതെന്തായിരിക്കും എന്നതിലെ ആകാംക്ഷ അതോടുകൂടി തന്നെ ഏറുകയാണ്. പക്ഷേ മറുഭാഗത്ത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഉയർത്താൻ പോകുന്ന ഒരു വാദം എന്നുള്ളത് ഇങ്ങനെ വീര്യം കുറഞ്ഞ് മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കുന്നു, പക്ഷേ വിൽപ്പന അനുവദിക്കുന്നില്ല എങ്കിൽ പിന്നെ വെറുതെ എന്തിനാണ് ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപന നിലയിൽ മാത്രമാണോ ബില്ലിൽ അത് ഉൾപ്പെടുത്തത് എന്ന ചോദ്യമായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.